ഹായ് നമസ്കാരം. വി പ്ലസ് ചാനലിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സമചതുര സ്തൂപിക എന്നതിന്റെ ഒരു തുടർച്ചയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. 3 മട്ടത്രികോണങ്ങൾ അഥവാ റൈറ്റ് ട്രയാങ്കിൾസ് ഒരു സമചതുര സ്തൂപികയിൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പിരമിഡിൽ ഉണ്ട്. ആ 3 മട്ടത്രികോണങ്ങളെ എങ്ങനെ പരിചയപ്പെടുത്താമെന്നുള്ളതാണ്. നമ്മൾ ടോവിനോന്റെ ഒരു സിനിമയിൽ കണ്ടതുപോലെ എന്തോ ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എൻ്റെ മകനൊക്കെ എപ്പോഴും പറയാറുള്ള ഒരു ഡയലോഗാണ്. മാറാലഹ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അത്തരത്തില് ഒരു മൂന്ന് വാക്കുകളെ പരിചയപ്പെടുത്തിയാൽ, ചൈനീസ് വാക്കോ അങ്ങനെ വേണമെങ്കിൽ കണക്കാക്കാം, ആ വാക്കുകളെ പരിചയപ്പെടുത്തിയാൽ നമുക്ക് 3 മട്ടത്രികോണങ്ങളെ കിട്ടും. അതിലൊന്നാണ് എല. എല 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 അങ്ങനെ പഠിക്കണം. എല എല എല. ലഹ 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 ലഹ. എല ലഹ. EHD EHD. എല ലഹ EHD. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. അതിലാദ്യത്തെ എല എന്ന് പറയുന്നത് നോക്കൂ, ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു മട്ടത്രികോണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എല എന്ന് പറയുന്നത്. അതിൽ E എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ A/2 എന്ന് പറയുന്നത് A/2 അഥവാ എന്താണ്, ബേസ് എഡ്ജിന്റെ പകുതി അഥവാ പാദത്തിന്റെ പകുതിയാണ് ഒരു മട്ടത്രികോണത്തിന്റെ പാദമായിട്ട് എടുക്കുന്നത്. അതിന്റെ ഉയരമാണ് ലംബം അഥവാ ഉയരമാണ് ലെങ്ത് ആയിട്ട്, മീൻസ് സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത് അഥവാ ചെരിവ് ഉയരമായിട്ട് എടുക്കുന്നത്. E എന്ന് പറയുന്ന പാർശ്വവക്കാണ് E അഥവാ എന്താണ്, ലാറ്ററൽ എഡ്ജ് ആണ് E. അങ്ങനെ നമുക്ക് ഈ ലഹ എല എന്നുള്ളതിൽ നിന്ന് നമുക്കൊരു മട്ടത്രികോണം ഇതുമായി ബന്ധപ്പെടുത്തി ഇത് മൂന്നും നമുക്ക് കണ്ടെത്തുന്ന ഒരു സമവാക്യത്തെ രൂപപ്പെടുത്താം. ലഹ ഞാൻ നേരത്തെ പറഞ്ഞു, മാറാലഹ എന്ന് പറയുന്നത് പോലെ ലഹ എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാണ് ഇതിലെ എന്തായി വരുന്നത്, എല്ലാണ് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കാരണമായി വരുന്നത്. H ആണ് ഉയരമായിട്ട് വരുന്നത്. A/2 ആണ് അഥവാ എന്താണ്, ബേസ് എഡ്ജ് ബൈ 2 ആണ് അടിയിൽ വരുന്നത്. അങ്ങനെ L² നമുക്ക് വരുന്ന ഒരു ഫോർമുല ആയിട്ട് എടുക്കുകയാണെങ്കിൽ L² H² + A/2 ഹോൾ സ്ക്വയർ. ഇവിടെയാണെങ്കിൽ നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയത് E² L² + A/2 ഹോൾ സ്ക്വയർ എന്ന മട്ടത്രികോണത്തിന്റെ പൈതഗോറസ് തിയറവുമായി ബന്ധപ്പെട്ട് അങ്ങനെ കാണാം. മൂന്നാമത്തത് EHD എന്ന് പറയുന്നത്, E എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്കാണ്. H എന്ന് പറഞ്ഞാൽ ഉയരമാണ്. D എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആണ് അഥവാ വികരണമാണ്. ഇതിൽ നിന്നും നമുക്കൊരു പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് E² H² + D/2 ഹോൾ സ്ക്വയർ. അങ്ങനെ 3 മട്ടത്രികോണങ്ങളുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ എളുപ്പ വഴി ഉപയോഗിക്കാം. എന്താണ്? എല ലഹ EHD. ലഹയിൽ നിന്ന് വരുന്ന ഒരു മട്ടത്രികോണമാണിത്. EHD നിന്ന് വരുന്ന മട്ടത്രികോണമാണിത്. നിങ്ങൾക്ക് ഏവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ലളിതമാണ്. ഇതിൽ നിന്ന് ഇത് കണക്കാക്കിയ ഒരു ചോദ്യവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇത് എന്തായാലും എഴുതി വരച്ച് പഠിക്കുക. ഇതിന്റെ സമവാക്യങ്ങൾ ചേർത്തുണ്ടാക്കുമ്പോൾ ഇനി ഇതിനെ തിരിച്ചെഴുതുന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. L² ആണെങ്കിൽ E² - A/2 ഹോൾ സ്ക്വയർ എന്ന് വരും. അതേപോലെ മറ്റുള്ളതും അങ്ങനെ മൈനസ് ആയിട്ട് വരും. കർണം കാണുക, ഹൈപ്പോട്ടന്യൂസ് കാണുമ്പോഴാണ് മറ്റു രണ്ടും ആഡ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുക. ഇനി മറ്റൊരാൾ കാണണമെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് അല്ലെങ്കിൽ കർണത്തിൽ നിന്ന് കിഴിച്ചിട്ട് വേണം കാണണമെങ്കിൽ, അഥവാ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് വേണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമചതുര സ്തൂപികയുടെ 2 വോള്യം ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തിയിരിക്കുന്നു. ഉറപ്പായിട്ടും ഇത് വെച്ചിട്ട് ഒരു 5 മാർക്കോ അല്ലെങ്കിൽ 6 മാർക്കോ SSLC പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും അത് തെറ്റിക്കാതെ ഇതിന്റെ സമവാക്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അത് നല്ലത് വരട്ടെ. നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.